കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറാമിക് റൂഫ് ടൈൽസ് ലേ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെയിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ആ വീഡിയോയിലൊക്കെ കണ്ട പോലെ ആ സെറാമിക് റൂഫ് ടൈൽസ് ലേ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് നെയിലാണ്. ഇത് മറ്റു നെയിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. പക്ഷേ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുക്കുകയും റൂഫ് ടൈൽസ് ലേ ചെയ്യുന്ന സമയത്ത് നെയിലിൻ്റെ ഭാഗം ക്രാക്ക് വീഴുന്ന സംഭവമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ റേറ്റ് കുറഞ്ഞൊരു പ്രൊഡക്റ്റ് അതിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കാനും സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൊഡക്റ്റ്. രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു നെയിലാണ്. കോപ്പർ കോട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അലൂമിനിയം കോട്ട് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. നമ്മൾ കോൺക്രീറ്റ് നെയിലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രൈസ് വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് നെയിലിന് ഉണ്ടാകുന്ന തരത്തിലുള്ള തുരുമ്പും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ക്രാക്കും ഈ ഒരു നെയിലിനും ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. ഇതാണ് മൂന്നാമത്തെ നെയിൽ, ടാലക്സ് അലൂമിനിയം നെയിൽ. പ്യുവർ അലൂമിനിയം കൊണ്ട് തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഇത് തുരുമ്പെടുക്കില്ല. ഏത് കാലാവസ്ഥയിലും നമുക്ക് വളരെ ധൈര്യമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കോപ്പർ കോട്ട് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അലൂമിനിയം കോട്ട് ചെയ്ത് വരുന്ന മെറ്റീരിയലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ റേറ്റും ഇതിന് കുറവാണ്. ഓൾറെഡി 3 നെയിലുകളെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ് ഇതിൽ പ്യുവറായിട്ടുള്ള അലൂമിനിയം നെയിലുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിലയും. ഇതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രിക്സുകളുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.